സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് FM-ന്റെ ഈ സ്റ്റുഡിയോ റൊമാൻറ്റിക്കാണ്. കാരണം ഇത് ലവ് ബൈറ്റ്സിന്റെ സമയമാണ്. എൻ്റെ റീനുവിൻ്റെ കൂടെ. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ നീ അല്ല ഇപ്പോഴത്തെ നീ എന്ന് നമ്മൾ ചിലരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇതെന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെയാ. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പിക്ചറുണ്ട്. അതായത് ഞാൻ ഇഷ്ടപ്പെടുന്നയാൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ കുറേ ക്വാളിറ്റീസ്. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നമ്മളൊരാളിൽ കാണും. എന്നിട്ട് നമ്മളയാളെ അങ്ങോട്ട് പ്രണയിക്കും. പിന്നെയാണ് പ്രശ്നം. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ എല്ലാ ക്വാളിറ്റിയും ഇയാളിൽ അന്വേഷിക്കും. എല്ലാ ക്വാളിറ്റി ഇയാളിൽ ഉണ്ടാകുന്ന എങ്ങനെ? നമ്മുടെ മനസ്സിൽ കിടക്കുന്ന രൂപമല്ലേ, അത് വേറെ അല്ലേ? അപ്പോൾ നമ്മൾ ഇയാളെ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ശരിയാവോ? നമ്മളൊരു തെറ്റ് ചെയ്താൽ പോലും നമ്മുടെ ആ കുറ്റൊന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. സോ ഏറ്റവും എളുപ്പം എന്താ? നമ്മൾ ഇയാളുടെ നേരെ കൈ ചൂണ്ടും. എന്നിട്ട് ആ കുറ്റം അവരുടെ നേരെ ചാടും. ശരിയല്ലേ? ഇത് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ എനിക്ക് റീനുവിന് അതറിയണം. 56070 ഒരു മെസ്സേജ് അയക്കുമോ? ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനുവാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാലും എനിക്കൊരു കഥ പറയാനുണ്ട്. ഒരാൾക്ക് കല്യാണം ആലോചിക്കുന്ന സമയമായി. ഇയാളുടെ സ്വഭാവം ഭയങ്കര മോശമാണ് കേട്ടോ. എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടി, അപ്പോൾ ആ കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സംശയമാണ്. നമ്മുടെ സ്വഭാവം ചീത്തയാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ബാക്കിയുള്ളവരെ സംശയം വരുമല്ലോ. അപ്പോൾ അയാൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിനെ ഏൽപ്പിക്കുകയാണ് ഈ പെൺകുട്ടി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ ഇയാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പെൺകൊച്ചിനെ കുറിച്ച് എല്ലാം അന്വേഷിച്ചു. അവൾക്ക് ഒരു ചീത്ത സ്വഭാവം ഇല്ല, നല്ല കുട്ടിയാണ്, വളരെ കോപ്പറേറ്റീവാണ്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്, പറഞ്ഞു വരുമ്പോൾ നല്ല ഗുണങ്ങളും മാത്രം. പക്ഷെ ഈയിടെ അവൾ വൈകുന്നേരങ്ങളിൽ ഒരാളുടെ കൂടെ പോകുന്നുണ്ട്. അയാളുടെ സ്വഭാവം ഭയങ്കര മോശമാണ്. വൈകുന്നേരങ്ങളിൽ അവൾ ഇയാളുടെ കൂടെ അപ്പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെ പറയാതിരിക്കും? നമ്മൾ പലരും ഇങ്ങനെയല്ലേ. നമ്മളെന്താണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അയാളെല്ലാം തികഞ്ഞു തരയ്ക്കാം, എല്ലാം നമ്മുടെ ഇഷ്ടത്തിന്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു ചോദിക്കുന്നു, ഇതുപോലുള്ള ഒരാളെ അന്വേഷിച്ചല്ലേ നമ്മുടെ പല ബന്ധങ്ങളും നമ്മൾ തകർക്കുന്നത്? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആണ്. എൻ്റെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന ആളുടെ പേര് ശ്യാം. താങ്കൾക്കൊരു പ്രണയം ഉണ്ടോ? തീർച്ചയായിട്ടും. എത്ര കാലമായി തുടങ്ങിയിട്ട്? അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടൊന്നുമില്ല. അതെന്താ? സാറ്റിസ്ഫൈഡ് ആയിട്ട് പറഞ്ഞ, സ്ഥിരമായിട്ടെന്ന് പറയാനായിട്ട് പറഞ്ഞ ആയിട്ടില്ല. അതുകൊണ്ട് ചാടി കളിച്ചുകൊണ്ട് നിൽക്കുന്നുള്ളത്. അതെന്താ ഇങ്ങനെ ചാടി കളിച്ചു നിൽക്കുന്നത്? നമുക്ക് പറ്റിയ ഒരു ആളെ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പൊ ഈ പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആളെ കണ്ടുപിടിക്കുന്നുള്ള പ്രതീക്ഷയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരാളെ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേരുടെ അടുത്തായോ തപ്പി നടക്കുന്നു? ഒരുപാട് പേരുടെ അടുത്ത് റിക്വസ്റ്റ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. രണ്ടെണ്ണൊക്കെ റിക്വസ്റ്റ് റിപ്ലൈ വന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാരും കേൾക്കുന്നുണ്ടല്ലേ? എല്ലാരും കേൾക്കുന്നുണ്ട്, ധൈര്യമായിട്ട് പറഞ്ഞു. അല്ല, കേൾക്കുന്നതിലും ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല. വീട്ടിലാരും കേൾക്കണ്ടേ? ഇല്ല, വീട്ടിലുള്ളവരെന്തായാലും കേൾക്കുന്നില്ല എന്ന് നമുക്ക് അറിയാലോ. പുറത്തേക്ക് ഇറങ്ങിയേക്കണ ആരും അറിയാം. അല്ല, അപ്പൊ നമ്മൾ ഈ പെർഫെക്റ്റ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്ന നല്ല ധൈര്യമുള്ള ഒരാളാണ്. അതെ അതെ അതെ. പക്ഷെ ആ പോകുന്ന യാത്രയിൽ ഇങ്ങനെ എല്ലാരെയും അന്വേഷിച്ചും അവരെ പരീക്ഷിച്ചും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരെ വേദനിപ്പിക്കുമല്ലേ അത്? അങ്ങനെ പരീക്ഷിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണമെന്നാണല്ലോ. ഒന്നതേ ഇല്ലാത്തതിന് കൊടുക്കണം എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പൊ ശ്യാമിന്റെ മനസ്സിൽ ഒരുപാട് പ്രണയമുണ്ട്, അത് എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാണ്. അതെ അതെ അതെ. ഒരുപാട് പേർക്കല്ല, ഒരു 4 പേർക്ക് മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇയാളോട് സംസാരിക്കുന്നില്ല, ഞാനും കൂടി ചീത്തയായി പോവും. ഞാൻ ഒരാളെ മാത്രം പ്രണയിക്കുന്നു എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളാ. പെർഫെക്റ്റ് പാർട്ട്ണർ ഉണ്ടെന്നാ ശ്യാം പറയുന്നേ. നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നേ? കണ്ടുപിടിക്കാന്നേ. 12 മണി വരെ നമുക്ക് ലവ് ബൈറ്റ്സിലെ സമയമില്ലേ? ഭാഗ്യവും പ്രണയവും തമ്മിൽ ബന്ധമുണ്ടോ?
ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് റീണു പറയുന്നു, ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അങ്ങനെ വലിയ ബന്ധമൊന്നും തോന്നില്ല. എന്നാൽ ചില ആളുകളില്ലേ, അവർ മനസ്സിലാഗ്രഹിക്കുന്ന അവർക്ക് വേണ്ട അതേ ആളെ അവരുടെ ജീവിതത്തിൽ കിട്ടും. അപ്പം നമ്മൾ പറയും ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന്. പക്ഷെ നമ്മളൊരു ഭൂരിഭാഗം ആൾക്കാരും ഇല്ലേ, നമുക്ക് ചിലപ്പോൾ അങ്ങനെ എല്ലാം തികഞ്ഞ ആൾക്കാരെ ഒന്നും കിട്ടിയെന്ന് വരില്ല. അവിടെയാ നേരത്തെ ഒരു കാര്യം ആലോചിക്കണ്ടേ, നമ്മളെല്ലാം തികഞ്ഞവരാണോ? നമ്മളെല്ലാം തികയാത്ത ആളുകളായതുകൊണ്ട് തന്നെ കിട്ടുന്നയാൾക്കും കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ കാണില്ലേ? അപ്പം അയാളെ അതേ രീതിയിലല്ലേ ആക്സെപ്റ്റ് ചെയ്യണ്ടേ? അല്ലാതെ ഒരാളെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലും നല്ല ഒരാളുണ്ടോ എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ ഇയാളെ മൊത്തം ചേഞ്ച് ചെയ്യാൻ നോക്കി വേറൊരാളാക്കി, അങ്ങനെയൊക്കെയാണോ പ്രണയിക്കണ്ടേ? ആ പ്രണയത്തിന് അർത്ഥമുണ്ടോ? അത് സത്യമാണോ? ഒരു പിടി ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടാ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിന്ന് ഞാൻ റീനു എന്ന് പോകുന്നു. അടുത്ത രാത്രി തിരിച്ചു വരും. ടിൽ ദെൻ ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.